ഒരു കുടുംബത്തില് പല തലമുറയായിട്ട് അവർ തോൽക്കാതെ ജയിച്ച് നിൽക്കും. ഈ ജയിച്ച് നിൽക്കുന്നതിന് ചില രാശികൾ ചേരണം അതോട്. ഇത് എങ്ങനെയെന്ന് വെച്ചാൽ, ഒരു സ്ഥലത്ത് അവർ ഒരു നേതാവായിരിക്കും. ആ കുടുംബം 2, 3, 4 തലമുറക്ക് ഇങ്ങനെ തന്നെ നല്ല വളർന്നു വരുന്നതായിരിക്കും. ഇത് തോറ്റു പോകാതെ വരും. അപ്പൊ ഇങ്ങനെ വരുന്ന ഈ കുടുംബം ഏത് ജാതക രീതിയിൽ ചേരും? ഇങ്ങനെ നോക്കിയാൽ, ഒരു വീട്ടില് കുടുംബത്തിൽ അച്ഛൻ മേടരാശിയിലും അമ്മ അത് ഇടവരാശിയിലും, മൂത്ത പയ്യനോ അല്ല പെണ്ണോ, മൂത്ത പയ്യനായാൽ വളരെ നല്ലതാണ്, അത് മിഥുന രാശിയിലും, എന്നിട്ട് ഒരു പെണ്ണ് അത് കർക്കടക രാശിയിലുമായി ഒരു കുടുംബം ഉണ്ടാകണം. ഇതുപോലുള്ള കുടുംബം പല തലമുറയായിട്ട് ഈ ഭൂമിയിൽ വളർന്നുകൊണ്ടേയിരിക്കും. ഇതാണ് ഏറ്റവും ബെസ്റ്റായ യജമാൻ എന്ന് പറയും. തമിഴ് നാട്ടാമ എന്ന് പറയും. ഒരു നാട്ടില് അവർ പല തലമുറയായിട്ട് ഭരണം ചെയ്യും. ഇതുപോലുള്ള ഒരു കുടുംബം അവർ സാമ്പത്തിക ശേഷത്തിൽ നല്ല വളർച്ചയിലായിരിക്കും. ഇതുപോലുള്ള കുടുംബത്തിൽ നല്ല വളർച്ചയിരിക്കും. അതുപോലെ ഈ കുടുംബ ജ്യോത്സ്യർ ഇത് കറക്റ്റായിട്ട് ചേർത്ത് വെക്കും. പക്ഷെ ഇങ്ങനെയുള്ള കുടുംബ ഈ ജ്യോത്സ്യരെ മറ്റാർക്കും അവർ വിട്ടുകൊടുക്കത്തില്ല. അവർ തന്നെ വെച്ചിരിക്കും. ഒരു രാജാവിന്റെ ഭരണകൂടത്തിൽ ആസ്ഥാനമായ ഒരു ജ്യോത്സ്യൻ എന്ന് പറയുമ്പം ഇതുപോലുള്ള ജ്യോത്സ്യர்களായിരിക്കും. അത് എങ്ങനെ ചെയ്താൽ, ആരെ കൊണ്ട് ഇത് ചെയ്താൽ ഇത് സാധിക്കും, ഇങ്ങനെയുള്ളതെല്ലാം കറക്റ്റായിട്ട് അത് ചെയ്തു വെക്കുന്നതാണ് ഇവർ. രണ്ടാമത് ഇതുപോലെ ഇനി ഒരു രീതിയുണ്ട്. അതെങ്ങനെയെന്ന് വെച്ചാൽ, ആ വീട്ടില് അമ്മ അത് ചിങ്ങരാശിയും അച്ഛൻ തുലാരാശിയിലും, മൂത്തതായിട്ട് ഒരു പെണ്ണ്, ഈ പെണ്ണ് കന്നിരാശിയിലും, അടുത്ത് ഒരു ചെറുക്കൻ അത് വൃശ്ചിക രാശിയിലും, ഇങ്ങനെ ഒരു കുടുംബം ഉണ്ടായാൽ ഇത് നല്ല സേനാധിപതി എന്ന് പറയും. അതായത് പട്ടാളക്കാർ. ആ രാജാവ് രാജ്യം ഭരണം ചെയ്യുന്ന ഇടത്തുള്ള എല്ലാ പട്ടാളക്കാരുടെ നേതാക്കളെല്ലാം ഈ കൂട്ടത്തിൽ വരും. ഇതാണ് ഒരു നല്ല അധികാരമുള്ള ഫാമിലി. ആ നാടിനെ രക്ഷിക്കുന്ന ഫാമിലി എല്ലാം ഈ കൂട്ടത്തിൽ വരും. ഇങ്ങനെ ഉള്ളവർ പല തലമുറയ്ക്ക് ഇതുപോലെ പട്ടാളക്കാരായിട്ട് തന്നെ അച്ഛനും പിള്ളയും എല്ലാം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇങ്ങനെ ഇതും നല്ല ഒരു രീതിയിലുള്ളതാണ്. ഇത് രണ്ടാമത്തെ ഇതാണ്. മൂന്നാമത്, അവിടെ ദൈവത്തിന്റെ ഗുരുമാர்களுണ്ട്. അവിടെ പൂജാരികൾ, ഗുരുമാர்கள் ഇതെല്ലാം ഉള്ളവരാണ് അടുത്ത നിലയിൽ ഇരിക്കുന്നത്. ഇത് അച്ഛൻ അവര് മകരരാശിയിലും അമ്മ മീനരാശിയിലും, മൂത്ത മോൻ ധനുരാശിയിലും, ഇളയ മോൻ അതാണോ പെണ്ണോ ഏതായിരുന്നു അത് കുംഭരാശിയിലും ഇങ്ങനെ ജനിച്ചാൽ ഇങ്ങനെ ഒരു കുടുംബം വന്നാൽ, ഈ കുടുംബം പല തലമുറകൾക്ക് ദൈവത്തിനുള്ള പണി ചെയ്യുന്ന കൂട്ടത്തിലും മനുഷ്യരെ, രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുന്നവരുണ്ട്. രാജാക്കന്മാരെ അഭിഷേകം ചെയ്ത് വെക്കുന്നതെല്ലാം ഈ നമ്പൂതിരിമാരെന്ന് പറയുന്ന ഈ ഗുരുമാരുകളാണ്. ഈ ഗുരുമാര് അമ്പലത്തിലെ പൂജ ചെയ്യുന്നവര് അകത്തുനിന്ന് പൂജ ചെയ്യുന്നത് പോലെ ഉയർന്ന നിലയിലുള്ള, ഇത് തലമുറയായിട്ട് ആ കുടുംബത്തിൽ കറക്റ്റായിട്ട് വന്നുകൊണ്ടേയിരിക്കും. വീണ്ടും 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 വന്ന് ഇവർ നശിച്ചേ പോകത്തില്ല. അപ്പം ഇത് സ്പിരിച്വലിലും ഇത് ഭരണം ചെയ്ത് രക്ഷിക്കുന്നതിലും, ഇത് മറ്റതെല്ലാം ഇതിങ്ങനെ ഉണ്ടാക്കി ഒരു നാടുണ്ടാക്കുക, അത് ഒത്തിരി പേരെ വെച്ച് അവിടെ ജോലി എടുക്കുക, ഇങ്ങനെ കുളമെല്ലാം ഉണ്ടാക്കുക, വയലുണ്ടാക്കുക, ഇതെല്ലാം ഉണ്ടാക്കിയെല്ലാം ചെയ്യുന്നതെല്ലാം ആദ്യം ഇരിക്കുന്ന 4 രാശികളാണ്. രണ്ടാമതെല്ലാം ഭരണം ചെയ്ത് പിടിച്ച് അത് കൺട്രോളിൽ വയ്ക്കുന്ന, അധികാരത്തിലിരിക്കുന്നതെല്ലാം വെക്കുന്നതെല്ലാം രണ്ടാമത് ചിങ്ങരാശി മുതൽ വൃശ്ചിക രാശി വരെയാണ്. മൂന്നാമത് ദൈവീക രാശികൾ എന്ന് പറയും, ദൈവരാശികൾ. ഇത് 4ആണ്. ഇത് ധനു, മകരം, കുംഭം, മീനം. ഈ 4 രാശികളും ദൈവിക രാശികളാണ്. ഇപ്പൊ ഇത് ഇങ്ങനെ ഒരു രീതിയാണ്. ഇത് അല്ലാതെ ഒരു കുടുംബത്തില് അച്ഛൻ അത്
മേടരാശിയിലും അമ്മ ചിങ്ങരാശിയിലും മൂത്ത മോൻ ധനുരാശിയിലുമായി ജനിച്ചാൽ ഇതും ആ കുടുംബം നല്ല രീതിയിൽ വളരുന്ന ഒരു കുടുംബമായിരിക്കും. ഇതുപോലെ എല്ലാത്തിലും കണക്കുണ്ട്, ഒരു കണക്കുണ്ട്. ഇങ്ങനെ ഒരു കുടുംബത്തിൽ ഒരു ആരെ അതിനകത്ത് കൊണ്ടുവരണം, ഒരു പെണ്ണിനെ കൊണ്ടുവരണം, അല്ലെങ്കിൽ ഒരു ആണിനെ കൊണ്ടുവരണം, അത് അല്ലാതെ കുഞ്ഞിനെ ജനിപ്പിക്കണം. ഇങ്ങനെ പോലുള്ള വിധികളെല്ലാം ഈ ജ്യോത്സ്യൻ, ആസ്ഥാനമായ ജ്യോത്സ്യൻ കയ്യിലെ ദൈവം ഏൽപ്പിച്ച് കൊടുത്തിരിക്കുകയാണ്. ഇവരെ രാജാക്കന്മാർ തങ്ങളുടെ കൂട്ടത്തിൽ ആദ്യം പ്രധാനമായിട്ട് അവർ വെച്ചിരിക്കും. അവർ ഇതെല്ലാം അറിഞ്ഞവരൊക്കെ ആയിരിക്കും. ഇതെല്ലാം ജ്യോത്സ്യത്തിൽ ഉള്ളതാണ്. അതുപോലെ ഇടവരാശിയിൽ അമ്മ ജനിക്കണം. അടുത്ത് കന്നിരാശിയിൽ ഒരു പെണ്ണ്, ഒരു മൂത്ത പെണ്ണോ എന്തെങ്കിലും ഒരു പെണ്ണ്. അത് അടുത്ത് മകരരാശിയിൽ ആ വീട്ടിലുള്ള അച്ഛൻ ആരെങ്കിലും. ഇപ്പൊ ഇതുപോലൊരു കുടുംബം ഉണ്ടായാലും ഈ കുടുംബവും നല്ല രീതിയിൽ ജയിക്കുന്നതായിരിക്കും. ഇതും തിരികോണമാണ്. 3 വന്നു. അത് അല്ലാതെ മിഥുന രാശിയിൽ മോനും തുലാരാശിയിൽ അച്ഛനും കുംഭരാശിയിൽ അമ്മയും ഇങ്ങനെ ഇരുന്നാലും ഇതും നല്ല ബെസ്റ്റായ ഒരു ജാതകമാണ്. അപ്പം ഇതുപോലുള്ള കുടുംബങ്ങൾ ചേർന്ന് വരികയാണെങ്കിൽ ആ കുടുംബത്തിൽ നല്ല വളർച്ചയുണ്ടാവും. പഠിക്കുന്ന കാലത്ത് പഠിത്തം വരും. അത് കഴിഞ്ഞിട്ട് ജോലി കിട്ടുന്ന സമയത്ത് ജോലി കിട്ടും. അത് കഴിഞ്ഞ് കല്യാണമാകേണ്ട സമയത്ത് കല്യാണമാകും. അത് കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങൾ ജനിക്കേണ്ട സമയത്ത് കുഞ്ഞുങ്ങൾ ജനിക്കും. ഇതുപോലെ ഓരോ മനുഷ്യർക്കും ഏത് സമയത്ത് ഏതൊക്കെ ആവശ്യമുണ്ടോ ആ സമയത്തിൽ അതെല്ലാം കൃത്യമായിട്ട് ആ കുടുംബത്തിൽ നടക്കും. ഇതെല്ലാം ദൈവം തൻ്റെ രാശികളെ ഈ രീതിയിലാണ് ഇങ്ങനെ വച്ചിരിക്കുന്നത്. ഒരു സ്ഥലം വേണം, ഒരു സ്ഥിരം വേണം, ഒരു ഉഭയം വേണം, ഇങ്ങനെ വച്ചിരിക്കുകയാണ്. അതുപോലെ അച്ഛൻ ഇങ്ങനെ ഇരിക്കണം, അമ്മ ഇങ്ങനെ ഇരിക്കണം. ഒരു രാജ്യത്തിലായാൽ ഈ സിസ്റ്റം വേണം. ഒരു രാജ്യത്തിലായാൽ അതിൻ്റെ രാജ്യം ഭരണം ചെയ്യുന്നവർ ആദ്യം ഇരിക്കുന്ന രാശിയിലായിരിക്കണം. അതിനെ രണ്ടാമെന്ന് വെച്ചാൽ അധികാരം കൊണ്ട് ചെയ്യുന്ന പട്ടാളക്കാരർ, പോലീസുകാർ, ഇതുപോലുള്ള അധികാരങ്ങൾ, അത് കോടതി, ഇതിലുള്ളവർ, ഇതിൽ ജോലി ചെയ്യുന്നവർ, ഇതെല്ലാം ഒരു നീതി കൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നവരെല്ലാം ചിങ്ങരാശി മുതലായിരിക്കും. ചിങ്ങം, തുലാം, ഈ രാശി വരിശയിൽ വന്നാൽ ഇവരും ഈ ദേശത്തിൽ നല്ല രീതിയിൽ അവർ ഭരണം ചെയ്യും. അവരുടെ കാലത്തിൽ, അവരുടെ ഏത് കാലത്തിൽ ഏതൊക്കെ വീട്ടിൽ നടക്കണമെന്നുണ്ടോ ഇതെല്ലാം കറക്റ്റായിട്ട് കൃത്യമായിട്ട് നടക്കും. അതുപോലെ ധനുരാശിയിൽ മോൻ വേണം. അത് കഴിഞ്ഞിട്ട് അച്ഛൻ മകരരാശിയിൽ വേണം. അമ്മ മീനരാശിയിലാണ് അമ്മ വേണ്ടത്. അപ്പം ഇങ്ങനെ ഓരോ രാശിയും, അത് കുംഭരാശിയിൽ മൂത്ത മോനോ മോള് ഏത് വേണമെങ്കിലും ആകാം. ഇങ്ങനെ ഈ രീതിയിൽ വന്നാലും ഇത് ദൈവരാശികൾ എന്ന് പറയുന്നത് ദൈവ അനുഗ്രഹം അതിനകത്തും ഉണ്ടാവും. ഇങ്ങനെ ദൈവ അനുഗ്രഹത്തിന്റെ ആവശ്യം വേണം. ഇതുപോലെ നമ്മുടെ ഭരണം ചെയ്ത് കുടുംബത്തെ രക്ഷിക്കുന്ന ഒരു ഇത് വേണം. എല്ലാം ഉണ്ടാക്കി തരുന്ന ഒരു നേതാക്കന്മാരും വേണം. ഇതെല്ലാം ചേർന്ന് ഒരു രാജ്യം ഇങ്ങനെയാണ് ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. ഇതെല്ലാം കറക്റ്റായിട്ട് ഓരോ രാജ്യം എന്ന് വെക്കുമ്പോൾ ഓരോ തനി രാജ്യത്തിൽ വെക്കും. ഇന്ത്യക്ക് എന്ന് പറയുമ്പം ഇന്ത്യ നമുക്ക് രാത്രിയിലുള്ള രാജ്യങ്ങളാണ്. രാത്രിയിലുള്ള രാജ്യങ്ങൾ എന്ന് പറയുമ്പം അത് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളാണ്. അവിടെ ഒരുപാട് ദൈവങ്ങളുണ്ടാവും. രാത്രിയിൽ നമുക്ക് ചന്ദ്രനുണ്ട്, ഒരുപാട് നക്ഷത്രങ്ങളുണ്ട്. ഇതെല്ലാം വെച്ച് ഇന്ത്യയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതുപോലെ മറ്റ് രാജ്യങ്ങളിൽ സൂര്യന്റെ അധികാരത്തിലുള്ളതാണ്, അത് പകലിലുള്ളതാണ്. അവിടെ ഒറ്റ ഒരു ദൈവമേ കാണത്തുള്ളൂ. ഒന്നിൽ ജീസസ് ആയിരിക്കും, അല്ലത് യഹോവ ആയിരിക്കും, അല്ലത് അല്ലാഹ് ആയിരിക്കും. ഇങ്ങനെ ഒറ്റ ഒരു ദൈവം ഉള്ളതെല്ലാം പകലിലെ രാജ്യങ്ങളാണ്. പകലിലെ രാജ്യങ്ങൾ അസ്ട്രോളജി വലുതായിട്ട് അവിടെ ജോലി ചെയ്യത്തില്ല. പകലിൽ രാജ്യങ്ങളിൽ അസ്ട്രോളജിന്റെ ബലം കുറവാണ്. അതുപോലെ ചന്ദ്രന്റെ അധികാരമുള്ള രാജ്യങ്ങൾ എന്ന് പറയുമ്പം ഇന്ദു രാജ്യമാണ്. അത് ഇന്ദു എന്ന് പറഞ്ഞാൽ ചന്ദ്രനാണ്. അതുപോലെ ഈ ശ്രീലങ്ക, എന്നിട്ട് അതുപോലെ ഇരിക്കുന്ന ഇതുപോലെ ഇരിക്കുന്ന രാജ്യങ്ങളെല്ലാം
ചന്ദ്രന്റെ അധികാരത്തിലിരിക്കുന്ന രാജ്യങ്ങളാണ്. ചന്ദ്രന്റെ അധികാരത്തിലിരിക്കുന്ന രാജ്യങ്ങളെല്ലാം അസ്ട്രോളജി അച്ചസലായിട്ട് നടക്കുന്നതായിരിക്കും. അത് കറക്റ്റായിട്ട് നടക്കും. പക്ഷെ മറ്റു രാജ്യങ്ങൾ നടക്കോ ഇല്ലെന്ന് ചോദിച്ചാൽ അവിടെയും നടക്കും. എന്നാലും അത് സൂര്യന്റെ അധികാരത്തിലായിരിക്കും. സൂര്യന്റെ അധികാരത്തിൽ വരുമ്പം ദൈവവിശ്വാസം കൂടുതലുണ്ടാവും. എല്ലാം ദൈവം നോക്കിക്കോളും, ഞാനിതൊന്നും നോക്കത്തില്ല, എല്ലാം ദൈവം നോക്കിക്കോളും, ഇതിലെനിക്ക് ഒരു വിശ്വാസമില്ല, ഇങ്ങനെ പറഞ്ഞു നടക്കുന്നവരായിരിക്കും. അതുപോലെ അവർക്ക് ദൈവം അവരുടെ കൂട്ടുനിന്ന് അവർക്ക് ഏത് രീതിയിൽ അവരെ നടത്തണോ അത് നടത്തും. മൊത്തത്തിൽ പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞതെല്ലാം ഇങ്ങനെ ശാസ്ത്രത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്. ഇതും നടക്കുന്നുണ്ട്. അപ്പൊ അത് ഏത് രാജ്യത്തിൽ നടക്കുന്നുണ്ട് എന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയിലാണ് ഏറ്റവും പ്രധാനമായിട്ട് നടക്കുന്നത്. ഇതുകൊണ്ട് ഇത് വേദിക് അസ്ട്രോളജി എന്ന് പറയും. നമുക്ക് കണ്ടിന്യൂ ആയിട്ട് ഇതിനെ കുറിച്ച് ചിന്തിക്കാം, സംസാരിക്കാം. നന്ദി, വണക്കം.